ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അധികാരത്തിലുള്ള പാർട്ടിയാണ് BJP. പക്ഷേ BJPയെ നാളിതുവരെ ലോക്സഭയിലേക്ക് കയറ്റിവിടാത്ത ജനസമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കുറഞ്ഞത് 2 സീറ്റുകളിലെങ്കിലും അധികാരത്തിൽ വരുവാനുള്ള തന്ത്രപ്പാടിലാണ് BJP. 6 ലോക്സഭാ മണ്ഡലങ്ങളാണ് നിലവിൽ BJPക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നതായുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരും തിരുവനന്തപുരവും പാലക്കാടും ആറ്റിങ്ങലും അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ 2 സീറ്റെങ്കിലും പിടിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്ത്രപരമായ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് BJP. അതിനെ ചുക്കാൻ പിടിക്കുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ്. അമിത്ഷായുടെ പ്ലാൻ കേരളയാണ് കേരളത്തിൽ നടക്കുവാൻ പോകുന്നത്. എന്താണ് പ്ലാൻ കേരള? കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുവാൻ BJPയുടെ തന്ത്രപരമായ നീക്കമാണ് പ്ലാൻ കേരള. അതിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത് തൃശ്ശൂർ, പാലക്കാട്, ആറ്റിങ്ങൽ, തിരുവനന്തപുരം പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ തൃശ്ശൂർ, പാലക്കാട്, ആറ്റിങ്ങൽ ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. അതായത് അടുത്ത ആഴ്ച, വരാൻ പോകുന്ന ആഴ്ചയിൽ തന്നെ ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഉടൻ തീരുമാനിക്കും. തിരുവനന്തപുരത്ത് മത്സരിക്കുവാൻ പോകുന്നത് ഒരു ദേശീയ നേതാവായിരിക്കും, കേന്ദ്ര മന്ത്രിസ്ഥാനമൊക്കെ അലങ്കരിക്കുന്ന നേതാവായിരിക്കും എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതാരാണെന്നും ഉടൻ നിശ്ചയിക്കും. അതായത് സ്ഥാനാർത്ഥികളെ ഉടൻ തീരുമാനിച്ചുകൊണ്ട് കർണാടകയിൽ കോൺഗ്രസ് എടുത്ത നിലപാട് പോലെ കേരളത്തിലെ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിൽ 3 എണ്ണത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി, അതായത് തൃശ്ശൂർ, പാലക്കാട്, ആറ്റിങ്ങൽ ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഉടൻ തീരുമാനിക്കാനുള്ള തീരുമാനം BJP എടുത്തു കഴിഞ്ഞു. അതാണ് അമിത്ഷായുടെ പ്ലാൻ കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തൃശ്ശൂരിൽ നമുക്കറിയാം 99% അവിടെ സുരേഷ് ഗോപി തന്നെയായിരിക്കും മത്സരിക്കുക. സുരേഷ് ഗോപിക്ക് ഒരു തവണ കൂടി തൃശ്ശൂരിൽ അവസരം നൽകും. ഇത്തവണയെങ്കിലും തൃശ്ശൂർ എടുക്കുവാൻ സുരേഷ് ഗോപിക്ക് സാധിക്കട്ടെ, അത് സാധിക്കണം എന്നാണ് കേന്ദ്രം കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരവും തൃശ്ശൂരും, അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട്, അല്ലെങ്കിൽ തൃശ്ശൂർ ആറ്റിങ്ങൽ, ഇതിൽ ഏതെങ്കിലും 2 ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലെ BJP പിടിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുള്ളത്. അതൊരു താക്കീത് കൂടിയായാണ് കേരളത്തിലെ BJPക്ക് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ അവർ വളരെ പ്രാധാന്യത്തോട് കാണുന്ന ഒരിടമാണ്. അവിടെ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് ഏത് വിധേനയും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അങ്ങനെ സുരേഷ് ഗോപി വിജയിച്ചാൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവി വരെ നൽകുമെന്ന് BJP പറയുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കേന്ദ്രമന്ത്രി V. മുരളീധരൻ തന്നെയായിരിക്കും മത്സരിക്കുക. V. മുരളീധരൻ അവിടെ ഓഫീസൊക്കെ എടുത്തു കഴിഞ്ഞു. ഏകദേശം 7-8 മാസങ്ങളായി അദ്ദേഹം അവിടെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു. അവിടെയും വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരിടം തന്നെയാണ്. അവിടെ V. മുരളീധരൻ തന്നെ മത്സരിക്കുവാനാണ് സാധ്യതകൾ ഏറെയും. പിന്നീട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് E. ശ്രീധരൻ അടക്കമുള്ള നേതാക്കന്മാരെ പരിഗണിക്കുവാനുള്ള തീരുമാനവും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ചില വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നിരുന്നാലും അവിടെ BJPയിലെ K. സുരേന്ദ്രനെയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെയോ അടക്കമുള്ള നേതാക്കന്മാരെയും മത്സരിപ്പിക്കുവാനുള്ള ധാരണയുണ്ട് എന്നും പറയുന്നു. കുമ്മനം രാജശേഖരനെ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ പാലക്കാട്ടേക്കോ പരിഗണിക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്തായാലും BJPയിലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും പാലക്കാട്ടേക്ക് പരിഗണിക്കുക. അത്രമേൽ BJPക്ക് ആത്മവിശ്വാസമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് പ്ലാൻ കേരൾ എന്ന അമിത്ഷായുടെ തന്ത്രപരമായ നീക്കത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു കാര്യം. രണ്ടാമതായി അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന ഒന്ന്, കേരളത്തിലെ ഏറ്റവും ശക്തമായ സാമുദായിക സംഘടനയായ SNDPയെ തങ്ങളോടൊപ്പം നിർത്തിക്കൊണ്ട് SNDPയുമായി ചർച്ച നടത്തുവാൻ ഉടൻ കേരളത്തിലേക്ക് അമിത്ഷാ എത്തും. SNDPയിലൂടെ കേരളത്തിലെ മുഴുവൻ ഈഴവ വോട്ടുകളും BJPയിലേക്ക് അടുപ്പിക്കുക, അങ്ങനെ BJPയെ ശക്തമാക്കുക എന്ന തീരുമാനമാണ് പ്ലാൻ കേരളിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമതായി പറയുന്നത് സ്ത്രീകൾ, ചെറുപ്പക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ഈ 3 വിഭാഗങ്ങളിലുള്ള ആളുകളുമായി തുറന്ന സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് കേന്ദ്രം മുൻപോട്ട് വയ്ക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി
അതിൻ്റെ ഉപഭോക്താക്കളുമായി സംസാരിച്ച് അത്തരത്തിൽ ആനുകൂല്യം പറ്റുന്നവരെ തിരിച്ചറിഞ്ഞ് ആ ആനുകൂല്യങ്ങൾ നേടിത്തന്ന കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി കൃത്യമായ ബോധ്യമുണ്ടാക്കി കൊടുത്തുകൊണ്ട് സ്ത്രീകളെയും ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെയും തിരിച്ചറിഞ്ഞ് അവർക്ക് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങളെ പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്ലാൻ കേരള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ലക്ഷ്യം. ഇതിൽ സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളിൽ അവർക്ക് ഭദ്രത ഉണ്ടാക്കി കൊടുക്കണം. പിന്നീട് പറയുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളാണ്, അവരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളെ പറ്റി അവരെ ബോധ്യപ്പെടുത്തണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് സർവ്വശക്തിയോടുകൂടി അധികാരത്തിലെത്താൻ സാധിക്കും. കുറഞ്ഞത് 2 ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അമിത്ഷാ അടക്കമുള്ള BJPയുടെ കേരള നേതൃത്വങ്ങൾ. എന്തായാലും പ്ലാൻ കേരളത്തിൽ വർക്കൗട്ട് ആകുമോ? പ്ലാൻ കേരള എത്തരത്തിൽ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കും? നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധപരമായ ഒരു വികാരം നിലനിൽക്കുന്നു. പിണറായി സർക്കാരിനോട് തീർത്ത അവഗണന നിലനിൽക്കുന്നു. പിണറായി സർക്കാരിനോട് വലിയ വിദ്വേഷം നിലനിൽക്കുന്നു. ആ സാഹചര്യങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ അടക്കം, കേരളത്തിലെ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത അടക്കം, കേരളത്തിലെ കർഷകരെ ദ്രോഹിക്കുന്നതടക്കം, വന്ധ്യവയോധികരായിട്ടുള്ളവർക്ക് പെൻഷൻ നൽകാത്തതടക്കം എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെ ഭരണപക്ഷം ഒരു ദുർബലമായ ഭരണപക്ഷമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ അധികാരത്തിലേക്ക് വരിക എന്ന തന്ത്രപരമായ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്രത്തിലെ BJP. അത് നിർബന്ധമായും കേരളത്തിൽ നടപ്പാക്കണം. കേരളത്തിൽ 2 സീറ്റുകളെങ്കിലും നിർബന്ധമായും കൈക്കലാക്കണമെന്ന താക്കീത് നൽകുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിന്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ മണ്ഡലത്തിൽ സ്വാഭാവികമായും കടുത്ത പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് BJP. അതായത് ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിച്ചേ മതിയാകൂ. കേരളത്തിൽ നിർബന്ധമായും 2 സീറ്റുകൾ കൈക്കലാക്കിയേ മതിയാകൂ. അതിന് പ്ലാൻ ബിയുമായി എത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJPയുടെ ചാണക്യനെന്നും അറിയപ്പെടുന്ന അമിത്ഷാ. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്ന പ്ലാൻ ബിയിലെ ഓരോ ഘടകങ്ങളും വളരെ കൃത്യവുമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾ ഉടൻ ആരംഭിക്കുക. 2 ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും BJP നിർബന്ധമായും വിജയിക്കുക. സ്ത്രീകൾ, ചെറുപ്പക്കാർ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ, ഇവർക്ക് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങളെ പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ആനുകൂല്യങ്ങൾ വോട്ടുകളാക്കി മാറ്റുക. SNDPയുമായി ചർച്ച നടത്തി ഈഴവ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ ഉറപ്പുവരുത്തുക. ഇവയെല്ലാമാണ് പ്ലാൻ ബിയിലെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. എന്തായാലും അമിത്ഷായുടെ തന്ത്രം, BJPയുടെ തന്ത്രം കേരളത്തിൽ എപ്രകാരമാണ് നടപ്പിലാകുവാൻ പോകുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം.